ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പ് തർക്കം കോൺഗ്രസിന്റെ വിജയസാധ്യതയെ ബാധിക്കുമോ? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. ഏറ്റുമാനൂരിൽ നിന്നും സുധീർ എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത്. സുധീർ, എന്തായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം കാരണം കേരളത്തിൽ ബാക്കിയുള്ള 4 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ നടക്കുന്നു. സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? കോൺഗ്രസിന് ഗുണം ചെയ്യില്ല, NDAക്കാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്. എന്തായാലും ഈ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നത് മൊത്തത്തിലുള്ള പ്രചാരണത്തിന് മങ്ങലേൽപ്പിക്കുമോ? കോൺഗ്രസിന്റെ മങ്ങലേൽപ്പിക്കും, NDAക്ക് അത് ഗുണം ചെയ്യും. നിലമ്പൂരിൽ നിന്നും ദീപക് എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ദീപക്, എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? 4 സീറ്റുകളിലേക്ക് ഇതുവരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് പ്രഖ്യാപനം വരാനുള്ള സാധ്യതയുമുണ്ട്. താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കിയുള്ളത് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമെന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടുന്ന ഒരു നിഷ്പക്ഷ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയമോ ആഭിമുഖ്യമോ ഇല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ ഉൾപ്പെടുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിലമ്പൂർ എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ ഇപ്രാവശ്യത്തെ ഒരു താല്പര്യപ്രകാരം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അഹങ്കാരം എന്ന് പറയുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 2 ദിവസം മുമ്പ് ഒരു ചാനൽ ചർച്ചയിലെ വയനാട്ടിലെ മുഴുവൻ വോട്ടർമാരെയും അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു നിഷ്പക്ഷരായുള്ള ആളുകൾ മനസ്സിലാക്കിയുള്ളത് ഇത്തരം അഹങ്കാരം കൊണ്ടാണ് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു അധപ്പതനത്തിലേക്ക് പോയിട്ടുള്ളത്. ഗ്രൂപ്പിസം, A ഗ്രൂപ്പും I ഗ്രൂപ്പും പറഞ്ഞ അവർ തമ്മിത്തല്ലാണ്. ഞങ്ങളെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിഷ്പക്ഷരായുള്ള ഒരുപാട് വോട്ടർമാരുണ്ട് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ. എല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇവരിത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയ പോലും മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഇവർ തമ്മിൽ തല്ലുന്നത്. ഇതിനുള്ള ഒരു മറുപടി എന്നോണം ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ ഇത്തവണ മാറി ചിന്തിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാം. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഞാൻ കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തിയ ഒരാൾ കൂടിയാണ്. പറവൂരിൽ നിന്നും മാധവൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മാധവൻ, എന്തായാലും ആലപ്പുഴ വയനാട് മണ്ഡലങ്ങളിലെ AI ഗ്രൂപ്പ് തർക്കം തുടരുകയാണ്. ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കളുടെ ഒരു വിശകലനം എങ്ങനെയാണ്? സാർ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു ഭാഗത്ത് വർഗീയ ഫാസിസത്തെയും ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിസത്തിൽ മുഴുകിക്കിടക്കുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങൾക്ക് പോലും മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ശരി, കൊല്ലത്ത് നിന്നും വിഷ്ണു എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, LDF എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം കൊഴുപ്പിച്ച് വളരെയധികം മുന്നിലാണ്. ഇതുവരെയും കോൺഗ്രസിന്റെ 4 സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. ഇന്ന് വരുമെന്ന ഒരു പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? എനിക്ക് തോന്നുന്നു പറഞ്ഞ കോൺഗ്രസ് ഈ പറഞ്ഞ 12 സീറ്റ് പറഞ്ഞല്ലോ, അതിനകത്ത് അത് ഉറപ്പായിട്ട് അവർ ജയിക്കുന്നതിന് ചാൻസ് കൂടുതലുള്ളതാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് ചിലപ്പം വാസവൻ ചിലപ്പോൾ കൊണ്ടുപോകും. അതേ കണക്ക് തന്നെ ആരിഫ് ആലപ്പുഴയിലും സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. ഈ 2 സ്ഥലത്ത് മാത്രമേ LDFന് വല്ല ചാൻസും ഉള്ളൂ. ഈ വരാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ കുറ്റിച്ചൂരെന്ന്, അങ്ങനെയുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യേണ്ട. കോൺഗ്രസ് പക്ഷെ അവിടെ നിന്ന് ആരെങ്കിലും ജയിക്കും. മുരളീധരന്റെ കാര്യം അവിടെ നിർത്തേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. കാരണം സിദ്ദീഖിന് ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആലപ്പുഴ തോറ്റു എന്നുള്ളൊരു പേടി സിദ്ദീഖിനുണ്ട്. അപ്പം ഷാനിമോൾ ഉസ്മാൻ ആ സമയം യൂട്ടിലൈസ് ചെയ്ത് അവിടെ വയനാട് നിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വടകരയില് മുരളീധരൻ നിൽക്കും, വയനാട് സിദ്ദീഖ് തന്നെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. വനിതാ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രാമുഖ്യം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ വരുന്ന 4 സീറ്റുകളിൽ അവർക്കാണ് ചാൻസ്. LDFന്റെ 2 സീറ്റേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത് ആരിഫും വാസവനും മാത്രമേ ഉള്ളൂ. അവർ 2 നല്ല കാൻഡിഡേറ്റ്സ് ആണ്. അവർ 2 പേരായിരിക്കും കൊണ്ടുപോകുന്നത്. BJP എല്ലാ സ്ഥലത്തും 3 സ്ഥാനത്തേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി, കണ്ണൂരിൽ നിന്നും ഹാഷിം എന്ന ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ഹാഷിം, വയനാട് സീറ്റിനായി AI ഗ്രൂപ്പുകൾ ബലാബലം തുടരുമ്പോൾ ആലപ്പുഴ, വടകര, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം AI ഗ്രൂപ്പുകൾ പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വളരെയേറെ ശക്തമായിട്ടുള്ള നിലപാട് ഇരു വിഭാഗങ്ങളും പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ ഒരു ഇങ്ങനെ വൈകി പോകുന്നത് ഒരു ദൗർഭാഗ്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും പല ഘട്ടങ്ങളിലും എത്ര വൈകി കഴിഞ്ഞാലും കോൺഗ്രസിന് ഒരു മേൽക്കോയി ഉണ്ടാക്കാൻ പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആന്റണി
മന്ത്രിസഭ 99 സീറ്റില് 100 സീറ്റില് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് പേരാവൂർ മണ്ഡലത്തിൽ KP നൂറുദ്ദീൻ സാഹിബിന്റെ പ്രചരണാർത്ഥം ബോർഡ് ചുമരെഴുത്തുകൾ കംപ്ലീറ്റ് നടന്നതിന് ശേഷമാണ് അവിടെ പ്രൊഫസർ എ ഡി മുസ്തഫ ഇതിലേക്ക് വരുന്നത്, ചിത്രത്തിലേക്ക് വരുന്നത്. എന്നിട്ട് പോലും അവിടെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയിട്ട് ശരി ഹാഷിം, ഇപ്പോൾ പിണറായിൽ നിന്നും പ്രേമൻ എന്ന പ്രേക്ഷകൻ ചെയ്തിട്ടുണ്ട്. പ്രേമൻ, എന്തായാലും ഗ്രൂപ്പ് തർക്കം മൂലം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ് കോൺഗ്രസിന്റെ 4 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള. വയനാട്ടിൽ എ ഗ്രൂപ്പിന് സീറ്റ് നൽകണം, സിദ്ദിഖിനെ മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി. ഇന്ന് ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകളും നടക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഗ്രൂപ്പ് പ്രവർത്തനം കോൺഗ്രസിന്റെ പറഞ്ഞോളൂ. കോൺഗ്രസിന് എക്കാലത്തും ഗ്രൂപ്പ് പ്രവർത്തനം ഉണ്ടാകുമെങ്കിൽ പോലും ഇത്രയും രൂക്ഷമായ ഒരു ഗ്രൂപ്പ് പ്രവർത്തനം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ UDFന്റെ സാധ്യതയെ വളരെ അധികം ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതില്ലാണ്ട് ഇപ്പൊ ഇന്ന് നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും 4 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ആരെന്ന് പോലും UDF പ്രവർത്തകർക്ക് അറിയില്ല. അത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ കഠിനമായ ഒരു ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് UDFന് തീർച്ചയായും വൻ പരാജയം ഏറ്റുവാങ്ങുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പ്രവർത്തകർ മടുത്തിരിക്കല്ലേ. KV തോമസിന് സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് അവസാന ഘട്ടത്തിൽ സീറ്റ് നിഷേധിച്ചു. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ആളുകൾ വൻ എതിർപ്പുമായി രംഗത്ത് വന്നു. നമ്മൾ കണ്ടില്ലേ, TV-യിലെല്ലാം കണ്ടില്ലേ, എന്തെല്ലാം ആഭാസകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യങ്ങളാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിലും UDFന് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം ശരിയായ ഹൈക്കമാൻഡ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന ഒരു പ്രേക്ഷകൻ വടകരയിൽ നിന്നും ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തായാലും വടകരയിൽ ഉൾപ്പെടെ P. ജയരാജനെതിരെ ആരെ മത്സരിപ്പിക്കുമെന്ന് കണ്ടെത്താൻ പോലും കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയങ്ങളെയൊക്കെ കാണുന്നത്? ഹലോ, ഇത് ഓർക്കാട്രി ബാലകൃഷ്ണനാണ്. ക്ഷമിക്കണം ബാലകൃഷ്ണൻ, പറഞ്ഞോളൂ. ഇത് എന്താ വിഷയം പറഞ്ഞാൽ ഈ ഗ്രൂപ്പിസം കൊണ്ട് ഇവിടെ ഈ സിറ്റിംഗ് സീറ്റായിരിക്കുന്ന വടകരയിലെ സീറ്റ് നഷ്ടപ്പെടും. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ശരിയായ ഒരു പ്രതികരണമാണ് വടകര ഇതുവരെ ഉണ്ടായത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ ഇവിടെ ഈ ഗ്രൂപ്പിസം നടത്തിക്കൊണ്ട് ഈ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വടകര നിയോജക മണ്ഡലം മാറി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള കളികളാണ് ഇവിടുത്തെ CPM-ന്റെ വളർച്ചയ്ക്കുള്ള ഒരു കാരണം തന്നെ. കണ്ണൂരിൽ നിന്നും ദാസൻ എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്. ദാസൻ, എന്തായാലും LDF പ്രചാരണം കൊഴുപ്പിച്ച് മുന്നേറുന്നു. എല്ലാ മണ്ഡലത്തിലും പ്രചാരണം വളരെ മുന്നിലെത്തിയിരിക്കുന്നു LDFന്റെ. ഇതുവരെയും 4 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള പ്രചാരണത്തിനെ ബാധിക്കുമോ? താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? എന്തായാലും ബാധിക്കും. ആദ്യമുള്ള അതൊക്കെ പോയില്ലേ കോൺഗ്രസിന്റെ. ആദ്യമായിട്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയെ ഉഗാണ്ടന്റെ അംബാസഡറാക്കി കൊണ്ടുപോകണം. ഉമ്മൻചാണ്ടി ഈ നാട്ടിൽ നിന്ന് പോയാലേ കോൺഗ്രസ് രക്ഷപ്പെടും. ഈ നാട്ടിൽ ആർക്കും മനസ്സിലാകാത്ത വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ഒരു സ്ഥലത്തും പിടുത്തം കിട്ടുക. അതിന്റെ ഒരു പൊട്ട ചിരിയാക്കി തിരിച്ച് പുള്ളി ആളെ മൊത്തം വശീകരിക്കുക. അതുകൊണ്ട് ഇയാളെ ഈ നാട് കടത്തിയാൽ മാത്രമേ ഈ കോൺഗ്രസ് രക്ഷപ്പെടൂ. കോഴിക്കോട് നിന്നും ശ്രീരാജ് എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ശ്രീരാജ്, എന്തായാലും വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന വയനാട് സീറ്റ് വിട്ടു നൽകില്ല എന്ന I ഗ്രൂപ്പ് ആവർത്തിക്കുമ്പോൾ വയനാടിനായി ശാഠ്യം പിടിക്കുകയാണ് എ ഗ്രൂപ്പ് കൂടി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വൈകുന്നുണ്ട്. താങ്കളുടെ ഒരു അഭിപ്രായം, നിരീക്ഷണം എങ്ങനെയാണ്? എന്റെ പ്രത്യേക ഈ ഗ്രൂപ്പുകളൊക്കെ എന്ന് ഒഴിവാക്കുന്നു അന്ന് കോൺഗ്രസ് നന്നാവും. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഈ അവസാനമായി ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരെ വിഡ്ഢികളെ കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കം കോൺഗ്രസിന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഘടകകക്ഷികൾക്കും പ്രശ്നങ്ങളുണ്ടാകും. ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങളും ആദ്യ ഗ്രൂപ്പുകൾക്ക് എന്ന് തീർക്കുന്നു അന്നാണ് കോൺഗ്രസിന്റെ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇത് വയനാടിനെ സംബന്ധിച്ച് വയനാട് ഇപ്പോൾ ഷാനിമോൾ മത്സരിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവാണെന്ന് എന്റെ അഭിപ്രായം. വയനാട് ഇപ്പോൾ ഇബ്രാഹിം എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്. ഇബ്രാഹിമിന്റെ അഭിപ്രായം എങ്ങനെയാണ്? എന്തായാലും ബാക്കിയുള്ള 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ് ഒരു വിഷയത്തിൽ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് 2019 നടക്കുന്നത്. കാരണം ഇന്ത്യയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ്. കോൺഗ്രസ് വളരെ നേരത്തെ ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് ജനങ്ങളെ സമീപിക്കേണ്ടതായിരുന്നു.
അതിലവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനിയും വൈകിയാൽ ജനങ്ങളുടെ മനസ്സ് കോൺഗ്രസിനോടുള്ള സമീപന വ്യവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയൊക്കെയാണ്. പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ കാണുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയേക്കാൾ കൂടുതൽ ഇത്തരം വിഷയങ്ങൾ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ വോട്ടർമാരൊക്കെ വളരെ സ്വാധീനിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉചിതമായ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് സ്ഥാനാർത്ഥികൾ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഇനിയും വൈകിയാൽ അത് UDFന്റെ വിജയത്തിന് വളരെ ബാധിക്കുമെന്നത് യാതൊരു സംശയവുമില്ല. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. വൈക്കത്ത് നിന്നും അയ്യപ്പൻ എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്. ഗ്രൂപ്പ് തർക്കങ്ങൾ തുടരുകയാണ് അയ്യപ്പൻ ഇവിടെ. എന്തായാലും വയനാട്ടിൽ A ഗ്രൂപ്പിന് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സിദ്ദിഖ് തന്നെ പറയുന്നുണ്ട് വയനാട് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കില്ല എന്ന സിദ്ദിഖും ആവർത്തിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? ശരിക്കും സിദ്ദിഖ് വടകര നിൽക്കേണ്ടതാണ്. ഷാനിമോളെ പോലുള്ള ഒരു ക്യാൻഡിഡേറ്റിന് വയനാട്ട് നിർത്താം. കാര്യം വയനാട്ട് എങ്ങനെയാണേലും കോൺഗ്രസിന് കിട്ടും, കൊള്ളാവുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിമാരും വയനാട്ടിൽ നിന്ന് ജയിക്കും. പക്ഷേ വടകരയുടെ കാര്യത്തിൽ സിദ്ദിഖിനെ പോലെ കുറെ കൂടി വർക്ക് ചെയ്യണ ഒരാൾ നിൽക്കണം. അപ്പം ഒരു വനിതയ്ക്ക് ജയിച്ചു പോകാനുള്ള ഒരു അവസരം കൊടുക്കത്തക്ക രീതിയിൽ ഷാനിമോളെ തന്നെ വയനാട് നിർത്തിയാൽ നന്നായിരിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കേരളത്തിലെ 4 സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഗ്രൂപ്പ് തർക്കം കോൺഗ്രസിന്റെ വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന ചോദ്യമാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.